ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ കേസ് പൂർണ്ണമായും അട്ടിമറിക്കുന്നതിനും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടുത്തുന്നതിനുമുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള നീക്കമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു ഗവൺമെന്റും ചെയ്യാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാര്യമാണ് ഇത്രയും വിവാദമായ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയത്തിൽ ഈ നാടിന്റെ വിശ്വാസ സമൂഹത്തിന്റെ തന്നെ വല്ലാതെ ഉലച്ച ഒരു പ്രശ്നത്തിനകത്ത് പ്രതിഭാഗത്തിന് വേണ്ടി വാദിച്ച ഒരാളെ ഗവൺമെന്റിന്റെ വക്കീലായിട്ട് പ്രത്യേകിച്ചും ദേവസ്വത്തിന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ എടുത്തൊരു തീരുമാനം എന്നുള്ളത് അത് അങ്ങേയറ്റം നിഗൂഢ നിറഞ്ഞ ഒരു കാര്യമാണ്. നേരത്തെ തന്നെ നിയമസഭയ്ക്കകത്ത് ഞങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ച ചോദ്യം, പുറത്ത് പലരും ഉന്നയിച്ച ഒരു ചോദ്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജൻപത് 10 എങ്ങനെയാണ് ഈ പോറ്റിക്ക് പോകാനും സോണിയാഗാന്ധിയുമായിട്ട് അടുത്ത് കാണാനും 2 ഘട്ടങ്ങളിൽ അവസരം കിട്ടിയത്? 3 പ്രതികളും ഒന്നിച്ചു നിൽക്കുന്ന ഏക ഫ്രെയിം അതാണ്. അതിനുള്ള ആരാണ് ആ സൗകര്യം ചെയ്തു കൊടുത്തത് എന്ന ചോദ്യത്തിന് ഇതുവരെ കേരളീയ സമൂഹത്തിന് മറുപടി കിട്ടിയിട്ടില്ല. ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നത്തിനകത്ത് കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണം, അതിന് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകുക എന്ന രീതിയായിരുന്നു. ഗവൺമെന്റിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ആ ഘട്ടത്തിലെല്ലാം ഹാജരായിക്കൊണ്ടിരുന്നത്. ഇവിടെ പ്രതിക്ക് വേണ്ടി വാദിച്ച ഒരാളെ ഇത്രമാത്രം വിവാദമായ വിശ്വാസ സമൂഹത്തെ വല്ലാതെ ഉലച്ച പ്രശ്നത്തിനകത്ത് ഗവൺമെന്റിന് വേണ്ടി വക്കീലാക്കി നിയമിക്കുക എന്നുള്ളത് കടുത്ത വെല്ലുവിളിയാണ് ഈ ഗവൺമെന്റ് ഉയർത്തിയിട്ടുള്ളത്. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രത ഈ സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതെ, ദേവസ്വത്തിന് അങ്ങനെ പ്രത്യേക പ്ലീഡർമാർ നേരത്തെ സ്പെഷ്യൽ പ്ലീഡർമാരില്ല, മാറി GP-മാരോ സീനിയർ GP-മാരോ ആവശ്യമായ ഘട്ടത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും അല്ലെങ്കിൽ മറ്റ് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരാണോ ഹാജരാകേണ്ടത് കേസിന്റെ പ്രാധാന്യമനുസരിച്ച് ഗവൺമെന്റിന് വേണ്ടി അവരാണ് ഹാജരാകാറുള്ളത്. ദേവസ്വം ബോർഡിന് ഓരോരുത്തർക്കും അവരവരുടേതായ അഭിഭാഷകരുണ്ടായിരുന്നു. ഗവൺമെന്റിന് ഏത് മേഖലയ്ക്കകത്തും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമിക്കാനുള്ള അധികാരം ഗവൺമെന്റിനുണ്ട്. അത് മന്ത്രിസഭയാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ തീരുമാനം മന്ത്രിസഭയുടെ അംഗീകാരത്തോടു കൂടിയാണ്. പുതിയ പോസ്റ്റ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിന്റെ അംഗീകാരത്തോടു കൂടി തന്നെ വേണം അതിനകത്ത് തീരുമാനമെടുക്കാൻ. ലീഡർമാരെ തീരുമാനിക്കുന്നതും മന്ത്രിസഭ അംഗീകാരത്തോടു കൂടിയാണ്. ഇവിടെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, പുതിയൊരാളെ നിയമിച്ചിരിക്കുന്നു. പ്രതിഭാഗത്തിന്റെ വക്കീലിനെ ഗവൺമെന്റിന്റെ സ്പെഷ്യൽ പ്ലീഡറായി ദേവസ്വത്തിന് വേണ്ടി തന്നെ നിയമിച്ചു എന്നുള്ള ഈ വാർത്ത അത് അതീവ ഗൗരവമുള്ളതാണ്. ഗൗരവമായ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് ഉണ്ടാകേണ്ടതുണ്ട്. അത് സ്വാഭാവികമായിട്ടൊരു പ്രതിഭാഗം വക്കീലിനെ അവരെ മാത്രമായിരിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കേരളീയ സമൂഹത്തിന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമുണ്ട്, ഇതുവരെ ആരും മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോ കേരളത്തിൽ നിന്നുള്ള MP-മാർ അവർക്ക് നേരെ അങ്ങോട്ട് പോയി പ്രവേശനം കിട്ടുമോ എന്നൊന്നും ആർക്കും ഉറപ്പില്ലല്ലോ. അപ്പൊ ആരങ്ങോട്ട് കൊണ്ടുപോയി? അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെയാണോ? ഇത്തരം സംശയങ്ങൾ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ആദ്യം മറുപടി പറയേണ്ടത് ആരാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. ഇനിയും അത് മറച്ചു വയ്ക്കാൻ പാടില്ല. ഇവർ തന്നെയാണോ? അതിനു വേണ്ടിയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ദേവസ്വം വേണ്ടി പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ കമ്പനിയുടെ വക്കീലിനെ തന്നെ അതിനു വേണ്ടി നിയമിച്ചിട്ടുള്ളത്. അത് ഗവൺമെന്റ് അടിയന്തരമായി തന്നെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത് കേരളത്തിലെ മുഴുവൻ ആളുകളോടുള്ള വെല്ലുവിളിയാണ്. നിയമവ്യവസ്ഥയിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്.